അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബി അജ്മൈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ പഠിച്ചത് 6-7 വചനങ്ങളിലായി സത്യനിഷേധികളെ പറ്റിയും 8 മുതൽ 10 വരെ വചനങ്ങളിലായി കപടവിശ്വാസികളെ പറ്റിയുമാണ്. അവിടെ കപടവിശ്വാസികളുടെ പൊതു സ്വഭാവമാണ് വിവരിച്ചത്. നിങ്ങളെല്ലാവരും ആ പാഠം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ്. ഇതിൽ കപടവിശ്വാസികളുടെ ഉദാഹരണങ്ങൾ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് 11ാമത്തെ ആയത്തിലേക്ക് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. ഒന്നുകൂടി പറയാം. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. നമുക്കിതിൻ്റെ വേർഡ് ബൈ അർത്ഥം നോക്കാം. വൈദാ കീലലഹും, അവരോട് പറയപ്പെട്ടാൽ. വൈദാ കീലലഹും, അവരോട് പറയപ്പെട്ടാൽ. ലാ തുഫ്സിദു ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ലാ തുഫ്സിദു ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. കാലൂ, അവർ പറയും. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു. മുസ്ലിഹൂൻ, നന്മയുണ്ടാക്കുന്നവർ അഥവാ പരിഷ്കർത്താക്കൾ. മദീനയിൽ കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർ പുറമേ വിശ്വാസികളാണെന്ന് നടിച്ചു, പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല. മുസ്ലിമുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കാൻ ശ്രമിച്ചു. അവരോട് ഭൂമിയിൽ നാശം വരുത്തരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും, നമ്മൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്ന്. അവരുടെ ഉദ്ദേശം നന്മയല്ല, നാശം മാത്രമായിരുന്നു. ഇനി നമുക്ക് 12ാമത്തെ ആയത്തിലേക്ക് പോവാം. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. ഒന്നുകൂടി പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. അല, അറിയുക. ഇന്നഹും, നിശ്ചയമായും അവർ. അല, അറിയുക. ഇന്നഹും, നിശ്ചയമായും അവർ. ഹുമുൽ മുഫ്സിദൂൻ, നാശമുണ്ടാക്കുന്നവർ അവർ തന്നെ. ഹുമുൽ മുഫ്സിദൂൻ, നാശമുണ്ടാക്കുന്നവർ അവർ തന്നെ. വലാക്കിൻ, എങ്കിലും. ലാ യശ്ഉറൂൻ, അവർ അറിയുന്നില്ല, അവർ ബോധമുണ്ടാകുന്നില്ല. ലാ യശ്ഉറൂൻ, അവർ അറിയുന്നില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ല. ഇതാണ് 12ാമത്തെ ആയത്തിൻ്റെ വേർഡ് ബൈ അർത്ഥം. അള്ളാഹു പറയുന്നു, അല്ല, അവരാണ് യഥാർത്ഥ നാശം വരുത്തുന്നവർ, പക്ഷേ അവർ അത് അറിയുന്നില്ല. ഇനി നമുക്ക് 13ാമത്തെ ആയത്തിലേക്ക് പോവാം. വഇസാ ഖീല ലഹും ആമിനൂ കമാ ആമനൻ നാസു ഖാലൂ അനുഅ്മിനു കമാ ആമനസ് സുഫഹാ അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവർ മറുപടി പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷേ അവരത് അറിയുന്നില്ല. ഒന്നുകൂടി പറയാം.
മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവർ മറുപടി പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷേ അവരത് അറിയുന്നില്ല. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. വൈദാ കീലലഹും അവരോട് പറയപ്പെട്ടാൽ, വൈദാ കീലലഹും അവരോട് പറയപ്പെട്ടാൽ, ആമിനോ നിങ്ങൾ വിശ്വസിക്കുവിൻ, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമനന്നാസു മനുഷ്യർ വിശ്വസിച്ചതുപോലെ, കമാ ആമനന്നാസു മനുഷ്യർ വിശ്വസിച്ചതുപോലെ, കാലു അവർ പറയും, അനുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ ആമന സുഫഹാ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ, കമാ ആമന സുഫഹാ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ അഥവാ ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ, അല അറിയുക, ഇന്നഹും നിശ്ചയമായും അവർ, ഹുമുസുഫഹാ മൂഢന്മാർ തന്നെ, ഹുമുസുഫഹാ മൂഢന്മാർ അവർ തന്നെ, വലാക്കിൻ എങ്കിലും, ലാ യഅലമൂൻ അവർ അറിയുന്നില്ല, ലാ യഅലമൂൻ അവർ അറിയുന്നില്ല. അവരോട് സത്യവിശ്വാസികളെപ്പോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, മൂഢന്മാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയോ എന്നാണ് അവർ പറയുക. അവർ സത്യവിശ്വാസികളെ മൂഢന്മാർ എന്ന് വിളിക്കുന്നു. അവർ സ്വയം ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, അല്ല, അവരാണ് യഥാർത്ഥ മൂഢന്മാർ, അവരുടെ ബുദ്ധി അവരെ വഞ്ചിക്കുന്നു. ഇനി നമുക്ക് 14-ാമത്തെ ആയത്തിലേക്ക് പോവാം. വൈസാ ലഖുല്ലദീന ആമനു ഖാലൂ ആമന്നാ വഇദാ ഖലൂ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു. ഒന്നുകൂടി പറയാം. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമായിരുന്നു. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. വൈസാ ലഖുല്ലദീന ആമനു വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ, വൈസാ ലഖുല്ലദീന ആമനു വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ, ഖാലൂ അവർ പറയും, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വൈസാ ഖലൗ അവർ ഒഴിവായാൽ, അതായത് തനിച്ചായാൽ, വൈസാ ഖലൗ അവർ ഒഴിവായാൽ അഥവാ തനിച്ചായാൽ, ഇലാ ശയാതീനിഹിം അവരുടെ പിശാചുക്കളിലേക്ക്, ഇലാ ശയാതീനിഹിം അവരുടെ പിശാചുക്കളിലേക്ക്, ഖാലൂ അവർ പറയും, ഇന്ന നിശ്ചയമായും ഞങ്ങൾ, മഅകും നിങ്ങളുടെ കൂടെയാണ്, മഅകും നിങ്ങളുടെ കൂടെയാണ്, ഇന്നമാ നഹ്നു നിശ്ചയമായും ഞങ്ങൾ, മുസ്തഹ്സിഊൻ പരിഹസിക്കുന്നവർ, മുസ്തഹ്സിഊൻ പരിഹസിക്കുന്നവർ. ഇതാണ് 14-ാം ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ്. ഇവിടെ കപടവിശ്വാസികളുടെ 2 മുഖങ്ങളാണ് വ്യക്തമാക്കുന്നത്. മുസ്ലിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന്. അവരുടെ പിശാചുക്കളായ സുഹൃത്തുക്കളോട് ഇരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അവരെ കളിയാക്കുക മാത്രമാണെന്ന്. ഇത് അവരുടെ വഞ്ചനയ്ക്ക് വ്യക്തമായ ഉദാഹരണമാണ്. നമുക്ക് 15-ാമത്തെ ആയത്തിലേക്ക് പോവാം. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. എന്നാൽ അല്ലാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചു വിട്ടിരിക്കുകയുമായിരുന്നു.
ഒന്നുകൂടി പറയാം. എന്നാൽ അള്ളാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചു വിട്ടിരിക്കുകയുമാകുന്നു. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് നോക്കാം. അല്ലാഹു യസ്തഹ്സിഉ, അല്ലാഹു പരിഹസിക്കുന്നു. അല്ലാഹു യസ്തഹ്സിഉ, അല്ലാഹു പരിഹസിക്കുന്നു. ബിഹിം, അവരെ. വയമുദ്ദുഹും, അവരെ നീട്ടി അയച്ച് ഇടുകയും ചെയ്യും. വയമുദ്ദുഹും, അവരെ നീട്ടി അയച്ച് ഇടുകയും ചെയ്യും. ഫീ തൊഗയാനിഹിം, അവരുടെ അതിരു കവിയലിൽ അഥവാ ധിക്കാരത്തിൽ. ഫീ തൊഗയാനിഹിം, അവരുടെ അതിരു കവിയലിൽ അഥവാ ധിക്കാരത്തിൽ. യഅമഹൂൻ, അവർ അന്താളിച്ചു അന്തം വിട്ടു അലഞ്ഞു നടക്കുമാറ്. യഅമഹൂൻ, അവർ അന്താളിച്ച് അന്തം വിട്ടു അലഞ്ഞു നടക്കുമാറ്. അള്ളാഹു അവരുടെ വഞ്ചനയെ തിരിച്ച് കളിയാക്കുന്നു. അവരെ അവരുടെ അതിക്രമത്തിലും വഞ്ചനയിലും കൂടുതൽ ആഴത്തിൽ വീഴ്ത്തുന്നു. അവർ സ്വയം വിചാരിക്കുന്നത് അവർ ബുദ്ധിമാന്മാർ ആയിട്ടാണ്, യഥാർത്ഥത്തിൽ അവർ ഇരുട്ടിലാണ്. അടുത്ത ആയത്തിലേക്ക് പോവാം. ഉലൈക അല്ലദീന ഇശ്തറഉൽ ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല. സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല. വേർഡ് ബൈ അർത്ഥം നോക്കാം. ഉലായിക, അക്കൂട്ടർ. ഉലായിക, അക്കൂട്ടർ. അല്ലദീന, യാതൊരുവരാണ്. അല്ലദീന, യാതൊരുവരാണ്. ഇസ്തറൗ, അവർ വിലക്ക് വാങ്ങി. ലലാല, ദുർമാർഗം. ഇസ്തറൗ, അവർ വിലക്ക് വാങ്ങി. ലലാല, ദുർമാർഗം. ബിൽഹുദ, സന്മാർഗത്തിന് പകരം. ബിൽഹുദ, സന്മാർഗത്തിന് പകരം. ഫമാ റബിഹത്, എന്നാൽ ലാഭകരമായില്ല. ഫമാ റബിഹത്, എന്നാൽ ലാഭകരമായില്ല. തിജാറത്തുഹും, അവരുടെ കച്ചവടം. തിജാറത്തുഹും, അവരുടെ കച്ചവടം. വമാ കാനു, അവർ ആയതുമില്ല. വമാ കാനു, അവർ ആയതുമില്ല. മുഹ്തദീൻ, നേർമാർഗം പ്രാപിച്ചവർ. മുഹ്തദീൻ, നേർമാർഗം പ്രാപിച്ചവർ. ഇതാണ് 16-ാം ആയത്തിൻ്റെ വേർഡ് ബൈ അർത്ഥം. കപടവിശ്വാസികൾ നേർവഴി വിറ്റ് വഴികേട് വാങ്ങിയവരാണ്. അവരുടെ കച്ചവടം പൂർണ്ണമായും നഷ്ടക്കച്ചവടമായി. അവരുടെ ലക്ഷ്യത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല. ഇതാണ് 11 മുതൽ 16 വരെയുള്ള ആയത്തിൻ്റെ ഒരു ലഘു വിവരണം, അതിൻ്റെ അർത്ഥവും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ 17 മുതൽ 20 വരെയുള്ള ആയത്തുകൾ പഠിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.